Hello all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What is next in your life? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, ചേഞ്ചസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള സൈക്കിക് മെസ്സേജ് എന്നാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഓൾറൈറ്റ്, സോ ആസ് യൂഷ്വൽ നമുക്കിവിടെ 3 ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. റീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ സ്പീഡിൽ റീഡ് ചെയ്യുന്നു എന്ന് പല ആളുകളും പറയുന്നുണ്ട്. സോ കഴിയുന്നതും ഞാൻ എൻ്റെ സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി പല ആളുകളും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് കമന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ നോർമലി നമ്മൾ പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാവുന്നത് വാട്സപ്പിലൂടെയാണ്. സോ നോർമലി എല്ലാ വീഡിയോസിന്റെ കമന്റ്സിലും നമ്മൾ പിൻ ചെയ്യാറുണ്ട് വാട്സപ്പ് നമ്പർ, എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം. അതല്ലാതെ ഞാൻ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരിക്കലും കോൺടാക്ട് ചെയ്യില്ല. അങ്ങനെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അത് സ്കാമേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങോ കൗൺസിലിങ്ങോ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ വഴി മാത്രമേ എന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന്റെ നമ്പർ നമ്മൾ എപ്പോഴും കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓൾറൈറ്റ്, സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Alright, let's start with group number 1. Hey group number 1, what is next in your life? And എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ പല കാര്യത്തിന്റെയും ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ടൈമാണ്, അല്ലെങ്കിൽ പല കാര്യത്തിന്റെയും ക്വാളിറ്റി നോക്കിയിട്ടായിരിക്കാം നിങ്ങൾ പലതും നിങ്ങളുടെ ലൈഫിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, എടുക്കുന്നുണ്ടായിരിക്കുക. അത് ഈവൻ ആളുകളാണെന്നുണ്ടെങ്കിലും സാധനങ്ങളാണെന്നുണ്ടെങ്കിലും, ഓർ മേ ബി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്വാളിറ്റി ചെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ചില കാര്യത്തിന്റെ ഒരു ഒറിജിനാലിറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ, എന്തെങ്കിലും കാര്യമോ ആളുകളോ ഫേക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ട്രൂ വേർഷൻ നിങ്ങൾക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പല കാര്യത്തിന്റെയും ഒരു ആഴത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ ഡീപ്പ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു ഡീപ്പ് ലെവലിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും കണ്ടെത്താനും സാധിക്കുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. കാരണം സ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ക്വാളിറ്റി ചെക്കർ, നിങ്ങളൊരു ക്വാളിറ്റി ചെക്കർ ആവുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ group number 1. What is next in your life, group number 1? What major blessings are coming to you? Group number 1, let's see. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? Group number 1. Alright. സോ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചില റിട്ടേൺസ് ആണ്, ചില ഓഫർ അല്ലെങ്കിൽ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വീണ്ടും കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നിങ്ങൾക്ക് ഉണ്ടാവാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, ഓർ നിങ്ങൾക്ക് വർക്ക് ആവാതെ പോയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യാനുള്ള ഒരു അവസരം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇത് ചില ആളുകൾക്ക് ഫിസിക്കലി ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കാം. ഓക്കെ, പെട്ടെന്ന് അതുവരെ കാണാതായി പോയിട്ടുള്ള ചില ആളുകളെയൊക്കെ നിങ്ങൾ പെട്ടെന്ന് കണ്ടുമുട്ടുന്നതായിരിക്കാം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം. മേ ബി നിങ്ങളെ ഗോസ്റ്റ് ചെയ്ത് പോയിട്ടുള്ള ചില ആളുകളെ നിങ്ങൾ പെട്ടെന്ന് കാണുന്നതായിരിക്കാം. അത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, മേ ബി റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ ചില ആളുകള് അവര് നിങ്ങളെ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതല്ല, പക്ഷെ ഒരു ടൈമിൽ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വാനിഷ്ഡ് ആയി പോയിട്ടുള്ള ചില ആളുകളെ ഓൾ ഓഫ് സഡൻ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അവരെ കാണാം, മെയിൻ ആയിട്ട് അവരെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില റിട്ടേൺസ് ഒക്കെ നിങ്ങൾക്ക് വെരി സൂൺ എക്സ്പെക്ട് ചെയ്യാം. ചില ഓഫേഴ്സ്, ചില ആളുകൾക്ക് ഇത് നിങ്ങൾക്ക് വരുന്ന ജോബ് ഓഫേഴ്സ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ടൈമിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങളുടെ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ടായിരിക്കാം, ഓർ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടോ ജോലിയുടെ ഭാഗമായിട്ടോ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓർ ഈവൻ നിങ്ങളുടെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, ഓർ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഗ്രാൻഡഡ് ആയിട്ട് കിട്ടുന്നത്, ഈ ഒരു ടൈമിൽ അതിന്റെ ഒരു ഫിസിക്കൽ ഫോമിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും ഒരു അവസരം വരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതായിരിക്കാം, പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ അത് ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതായത് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തോന്നിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ്
ആ ഒരു കാര്യം ഇനി വരുന്ന സമയത്ത് നിങ്ങൾക്കത് കണക്ട് ചെയ്തോളണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങളത് ഹെൽത്തി ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പയർ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ലൈഫിൽ വേറെയും ബെറ്റർ ആയിട്ടുള്ള ഒരു അവസരത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കരിയർ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുന്നത്. ഗുഡ്, ഗ്രൂപ്പ് നമ്പർ 1. എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സമയത്ത് കൺഫ്യൂസ്ഡ് ആക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അതൊന്നും നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, എന്തൊരു 2 കാര്യത്തിൽ നിങ്ങളൊന്ന് സ്റ്റക്കായി നിന്നിട്ടുണ്ടായിരിക്കണം. എന്തൊരു 2 കാര്യത്തിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി നിങ്ങളൊന്ന് ചൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കൺഫർമേഷനിലേക്ക് വരുന്നുണ്ട്, ഒരു അഗ്രിമെന്റിലേക്ക് വരുന്നുണ്ട്, ഒരു കോൺട്രാക്റ്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു 2 വ്യക്തികൾ ഒരേ ടൈമിൽ വന്നിട്ടുണ്ടായിരിക്കണം. സോ എന്ത് ചൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്, അതിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്, കമ്മിറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ അത് ജോബ് ആണെന്നുണ്ടെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും കമ്മിറ്റ്മെന്റ്സ്. ഓൾറൈറ്റ്, ക്ലാരിറ്റി, കമ്മിറ്റ്മെന്റ്സ്, ഒരു ഓൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. കാരണം നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, അഗൈൻ നിങ്ങൾ ഈ ഒരു സമയം എന്തെങ്കിലും ഒരു കാര്യം ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒരേ സമയം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരേ സമയം 2 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരേ സമയം 2 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അത് ഈ ഒരു സമയം നിങ്ങൾ ഒരു രീതിയിലും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. കാരണം നിങ്ങൾക്ക് അതിലൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഒരു അവസരം ഉണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. 2 കാര്യങ്ങൾ ബാലൻസ്ഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം അത് ഒരിക്കലും ഇനി സംഭവിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഓക്കെ, സോ കുറച്ചുകൂടെ സ്റ്റേബിൾ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളുടെ ലൈഫിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിട്ടയർമെന്റ് ആയിരിക്കാം. നിങ്ങൾ ജോലിയിൽ നിന്ന് അങ്ങനെ റിട്ടയർമെന്റിലേക്ക് വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളൊരു റെസ്റ്റിംഗ് ടൈം ആണ്. ഓക്കെ, സോ സമാധാനമായിട്ട് എവിടെയെങ്കിലൊക്കെ ഇരിക്കാനും ഒരു ഡിസിഷൻ എടുത്ത് സമാധാനമായിട്ട് ഇരിക്കാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ഒരു മാരേജ്, എസ്പെഷ്യലി മാരേജ്, അതിന്റെ ഒരു വലിയൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ വെരി സൂൺ, വിത്തിൻ 2 months ടൈം ഓർ ഫെബ്രുവരി മാസം തന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് കൺഫർമേഷൻ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓൾറൈറ്റ്, വളരെ നല്ല ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ 2 ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസിൽ നിൽക്കുന്ന ആളുകൾ. ഓക്കെ, അല്ലെങ്കിൽ രണ്ട് പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ തമ്മിലുള്ള എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു സിറ്റുവേഷൻ നിങ്ങളെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു നല്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അത് ജോബ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ നോളേജ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ അതേ സ്റ്റാൻഡേർഡിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചുറ്റുപാടിന് വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അതേ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില ആളുകളെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനും വരുന്ന സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പ് സിറ്റുവേഷനോ ഒരു മാരേജ് സിറ്റുവേഷനിലേക്കോ നിങ്ങൾ വരുന്നുണ്ട്. ഒരു കമ്മിറ്റ്മെന്റ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഗ്രൂപ്പ് നമ്പർ 1, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കോ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊരു കാര്യം പ്ലാൻ ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന എന്തൊരു കാര്യമുണ്ട്. അത് മേ ബി യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലോങ് ഡിസ്റ്റൻസ് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മേ ബി ഡിഫറെന്റ് പാർട്ട് ഓഫ് കൺട്രിയിലായിരിക്കാം, മേ ബി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കാം. സോ എന്തിനോടോ ഉള്ളൊരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ എന്താണോ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്, എന്താണോ നിങ്ങൾക്ക് ആ ഒരു ലാക്കായിട്ട് തോന്നുന്നത്, അത് നിങ്ങൾക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന്റെ ആ ഒരു ഫിസിക്കൽ ഫോമിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്, നിങ്ങൾക്കത് ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും സാധിക്കുന്നുണ്ട്.
ഓക്കെ. സോ അത് ചില ആളുകൾക്ക് നിങ്ങൾ അങ്ങനെ ഫിസിക്കലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൽ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കാം. ഓക്കെ. സോ അങ്ങനത്തെ എന്തോ ഒരു കാര്യം നിങ്ങൾ കുറെ കാലമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരിക്കാം. സോ അവിടെ ചെന്നെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, ആ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് പോവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. സോ മേ ബി നിങ്ങൾക്ക് ആരെങ്കിലും കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിൽക്കുന്ന പ്ലേസ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കാം. ഓക്കെ. സോ അത് ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ മാത്രമല്ല, മേ ബി ലൈക്ക് അതെന്തെങ്കിലും കൈൻഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കാം. ഓക്കെ. നിങ്ങൾ പോവണം, കാണണം എന്നൊക്കെ തോന്നിയിട്ടുള്ള ചില പ്ലേസിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ എത്തിച്ചേരുന്നുണ്ട്. ഓൾറൈറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ചില ആളുകൾക്ക് മേ ബി ആഫ്റ്റർ ലോങ് ടൈം നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ കാണുന്നതായിരിക്കാം. ഓക്കെ. അല്ലെങ്കിൽ ആഫ്റ്റർ ലോങ് ടൈം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വൈഫിനെയോ ഹസ്ബൻഡിനെയോ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെ നിങ്ങൾ കരുതിയിട്ടുള്ള ഒരു പേഴ്സൺ, അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ. സോ അത് മേ ബി നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരാൾ ഉണ്ടാവണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ഓൾറൈറ്റ്. സോ നിങ്ങളുടെ ചെറുതാവുന്ന സമയത്ത്, വളരെ ചെറുപ്പമുള്ള സമയത്ത് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും, നിങ്ങളുടെ അത്ര ഒരു മെമ്മറിയിൽ നിൽക്കുന്ന ആരെങ്കിലും, അത് നിങ്ങളുടെ ഒരു ഗ്രാൻഡ് ആയിരിക്കാം, അമ്മയോ അമ്മൂമ്മയോ, അല്ലെങ്കിൽ അവരെ പോലെയുള്ള ആരെങ്കിലോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ എന്തോ ഒരു 2 കാര്യം ഉണ്ടാവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 1. എന്തൊരു 2 കാര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? എന്തൊരു 2 കാര്യം നിങ്ങൾ സ്ട്രോങ്ലി ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഓക്കെ. അത് മേ ബി ഈ ഒരു സമയം നിങ്ങളുടെ തോട്ടിലുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ. അല്ലെങ്കിൽ 2 ആളുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ അത് ലവ് റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല, അത് എന്ത് സിറ്റുവേഷനും ആയിരിക്കാം. നിങ്ങൾക്ക് അത്ര ഒരു ബോണ്ടിങ് തോന്നിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ, ഓർ അമ്മ കുട്ടി സിറ്റുവേഷൻ, അമ്മ അച്ഛൻ, ഓർ ആഫ്റ്റർ ലോങ് ടൈം നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്. 2 ആളുകൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളും വേറൊരു കാര്യവും. സോ 2 ആളുകൾ ചേർന്നിട്ട് ഒരു വേൾഡ് ഉണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ഓൾറൈറ്റ്. നിങ്ങളുടെ ഒരു ഡ്രീം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വേൾഡ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യം, അവിടെ എന്തോ ഒരു കാര്യം കൂടെ വരാനുണ്ട്. ആ ഒരു കാര്യത്തിന്റെ ഒരു ഫിസിക്കൽ ഫോം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് അത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾ സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനത്തെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ. ഒരു സഡൻ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫർമേഷൻ, സഡൻ ആയിട്ടുള്ളൊരു റിയലൈസേഷൻ, അതാണ് നിങ്ങൾക്ക് ചില കാര്യത്തിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങൾ വളരെ ഇന്റൻസ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇറ്റ്സ് ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അത് മേ ബി ലൈക്ക് വളരെ ഇമോഷണൽ ആയിട്ട് പോകുന്ന ഒരു കൈൻഡ് ഓഫ് അവസ്ഥയായിരിക്കാം. ഓക്കെ. സോ നിങ്ങൾക്ക് ആരോടും നിങ്ങൾക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അവസ്ഥയായിരിക്കാം. ഓക്കെ. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കിടയിൽ ഒരു മീഡിയേറ്റർ വന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ ആ ഒരു സിറ്റുവേഷനിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നതായിരിക്കാം. ഓക്കെ. ഇറ്റ്സ് ലൈക്ക് ടെലിപ്പത്തിക്കലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മീഡിയേറ്റർ ആയിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഡിവൈൻ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ആയിട്ട്. കാരണം എന്തോ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ, അവിടെ നിങ്ങളും വേറൊരു വ്യക്തിയും ഉണ്ടായിരിക്കണം. സോ ചില ഡിസ്കഷൻസ് ആക്ച്വലി ടെലിപ്പത്തിക്കലി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുമല്ലോ ദൈവത്തിന്റെ കോടതി എന്ന് പറയുമല്ലോ. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ചില കാര്യങ്ങൾ അവിടെയാണ് തീർപ്പാക്കുക, അല്ലെങ്കിൽ ചിലത് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഫൈറ്റ് ചെയ്യും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ 2 ആള് വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങളും വേറൊരു കാര്യവും, നിങ്ങളും വേറൊരു പേഴ്സണോ. ഓൾറൈറ്റ്. അത് നിങ്ങളുടെ മക്കളായിരിക്കാം, നിങ്ങളുടെ അമ്മയോ അച്ഛനോ ആയിരിക്കാം, ഓർ നിങ്ങളുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു പേഴ്സൺ, നിങ്ങളുടെ വേൾഡ് ആയിട്ട് നിങ്ങൾ കരുതുന്ന ഒരു കാര്യം, അത് ഈ ഒരു ടൈമിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ. സോ അവിടെ എന്തൊക്കെയോ കൈൻഡ് ഓഫ് കോംപ്രമൈസ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട് ടെലിപ്പത്തിക്കലി. ഓക്കെ. നിങ്ങൾക്ക് തോന്നാണ് ഇപ്പം ആരാണോ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നത്, ഹോണ്ട് ചെയ്യുന്നത്, ആരുടെ തോട്ട്സ് ആണോ ഉണ്ടാവുന്നത്,
അവിടെ ചില ഡിസ്കഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ടെലിപ്പത്തിക്കലി നിങ്ങൾ ചില കാര്യങ്ങൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഒരു ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. സോ അതിന്റെ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് വീണ്ടും റീകണക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ചില കാര്യത്തിന്റെ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അത് കണക്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് ഹെൽത്തി ആയിട്ടുള്ള റീയൂണിയൻ. ഓക്കെ, മേ ബി നിങ്ങൾ കുറെ കാലമായിട്ട് നിങ്ങൾ ടെലിപ്പത്തിക്കലി മാത്രം കണക്ട് ചെയ്തിട്ടുള്ള ചില ആളുകളെ അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി അവരെ നിങ്ങൾക്ക് കാണാനും സംസാരിക്കാനും ചില കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാനുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ട്രാൻസ്ഫർമേഷൻ, ഇറ്റ്സ് എ കൺഫർമേഷൻ അഗെയിൻ. ചില കാര്യത്തിന്റെ എസ്പെഷ്യലി നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് എന്താണോ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് കാര്യമായിട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ചില കാര്യത്തിന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കാര്യത്തിന്. ഓൾറൈറ്റ്, ബി പേഷ്യൻസ്. ഓക്കെ, സോ മേ ബി അനദർ 2 weeks ടൈമിൽ, എസ്പെഷ്യലി ഫെബ്രുവരി മന്ത്, നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് റിയാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ട്രാൻസ്ഫർമേഷൻ. ഓൾറൈറ്റ്, സി ട്രൂത്ത്സ്. സോ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി തരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ആൻഡ് വെയിറ്റ് ആൻഡ് സീ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുപാട് മെന്റൽ കോൺഫ്ലിക്ട്സ് മേ ബി തരുന്നുണ്ടായിരിക്കാം. നമ്പർ 2 ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. നിങ്ങൾക്ക് മേ ബി കിട്ടുന്ന ഒരു നമ്പർ, ഏഞ്ചൽ നമ്പർ, മേ ബി നിങ്ങൾക്ക് കിട്ടുന്ന ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് നമ്പർ 2 ആയിരിക്കാം. നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ട്, റീകണക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പല ഏരിയാസിലായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ പാർട്ട്ണറോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത്ര നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. സോ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും ഒരുപാട് ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, കരിയർ, ഫൈനാൻഷ്യലി വരുന്ന സമയത്തും എഗെയിൻ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. കാരണം മേ ബി നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം വരും. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പോവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള, നിങ്ങൾ ഒരുപാട് ഒരു സമയത്ത് ആഗ്രഹിച്ചിട്ടുള്ള പ്ലേസിൽ നിങ്ങൾക്ക് പോയി നിൽക്കാൻ, വിസിറ്റ് ചെയ്യാൻ, അവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു നൊസ്റ്റാൾജിയ ഒന്നും കൂടെ റീകണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നൊസ്റ്റാൾജിയ കൂടുതൽ അവേക്കൻ ആക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചില കാര്യത്തിന്റെ സത്യാവസ്ഥയ്ക്ക് ഈ സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ ചില ആളുകളൊക്കെ നിങ്ങൾക്കൊരു ബുക്ക് പോലെ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം പോലെ നിങ്ങൾക്ക് ആളുകളുടെ മനസ്സ്, ഇന്റൻഷൻ, സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങളെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹേ മൈ ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് എന്തിൻ്റെങ്കിലൊക്കെ കീ കിട്ടുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ പുതിയ വീടിന്റെ കീ ആയിരിക്കാം, ഓർ ചില പുതിയ ഇഷ്ടമുള്ള ചില റെസ്പോൺസിബിലിറ്റി, ചില ആളുകളുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ, അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഒരു ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ചില ആളുകളുടെ മനസ്സിലേക്കുള്ള ഒരു താക്കോൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഒരു പുതിയൊരു സ്നേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ അതായിരിക്കാം മേ ബി ചില ആളുകളിലോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, ഒരു പാർട്ട്ണറായിട്ട്, ഒരു ഹസ്ബൻഡായിട്ടോ, ഒരു വൈഫായിട്ടോ, അങ്ങനെ ചില എക്സ്പീരിയൻസ് മേ ബി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അങ്ങനത്തെ ചില സിറ്റുവേഷൻസ്. ഓക്കെ, സോ എന്തിൻ്റെയൊക്കെ ഒരു കീ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഉത്തരം. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ചില ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ 2. Group number 2, what is next in your life? What major blessings are coming for you? Group number 2. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? Group number 2, what is next in your life? Alright.
സോ നിങ്ങൾക്ക് ആക്ച്വലി ചില ആളുകൾക്ക് നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നത് നിങ്ങളുടെ തന്നെ ഒരു സ്ട്രെങ്ത് ആയിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ കുറെ കൂടെ റെസ്പോൺസിബിൾ ആവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഓക്കെ, സ്ട്രോങ് ആവുന്നുണ്ട്. നിങ്ങളുടെ വാക്കുകള്, നിങ്ങളുടെ സംസാരം, അധികാരം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ ആയിരിക്കാം, ഓർ നിങ്ങൾ എന്തെങ്കിലും ഒരു ലീഡ് പൊസിഷനിലേക്ക് വരുന്നതായിരിക്കാം, ഓർ എന്തിന്റെങ്കിലും ഒരു ഇവന്റിന്റെ ആയിരിക്കാം, എന്തിന്റെയൊക്കെയോ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതിന്റെ ഒരു മെയിൻ ക്യാരക്ടർ ആവുന്നുണ്ട്, മെയിൻ മെമ്പർ ആവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങളിൽ കൂടെ ചില കാര്യങ്ങൾ നടത്തിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു മേലധികാരിയായിട്ട് വരുന്നതായിരിക്കാം. ഓൾറൈറ്റ്, അവർ ചില ആളുകൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അധികാരം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, സോ ചില റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനൊരു കാമുകിയാണ്, കാമുകനാണ്, ഹസ്ബൻഡാണ്, വൈഫാണ്, അമ്മയാണ്, അച്ഛനാണ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. എൻഗേജ്ഡ് ആവുന്നുണ്ട്. ചില എൻഗേജ്ഡ് ആവുക ഇൻ ദ സെൻസ് ലൈക്ക് നിങ്ങൾ പല കാര്യത്തിലും വരുന്ന സമയത്ത് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, തിരക്കായിരിക്കാം. നിങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ച് നിങ്ങൾ ആക്ച്വലി കൊണ്ടുവരിക എന്നുള്ളതല്ല, ആളുകളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2, what is next in your life? ഓൾറൈറ്റ്, സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു അധികാരത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേവർ ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. കൺഗ്രാറ്റ്സ് ചില ആളുകൾക്ക്, കാരണം നിങ്ങൾ ഒരു പാരന്റ് ആവുന്നുണ്ട്. ഓക്കെ, അമ്മ, അച്ഛൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ചില ആളുകൾ നിങ്ങൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഓൾഡ് ജനറേഷന്റെ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സ്വത്തുക്കളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളിലേക്ക് കൈമാറുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ അത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് തരുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന പുതിയ കാര്യമാണ്. ചില ആളുകൾ പുതിയ ജോബിലേക്ക് വരികയാണ്. ആളുകളുടെ ജീവിതത്തിലേക്കുള്ള ഒരു കീ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് എന്തെങ്കിലും റൊമാൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, റൊമാൻസ്, പുതിയ റൊമാൻസ്, പുതിയ ഇഷ്ടങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ്. ഓക്കെ, മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, എനർജറ്റിക്കലി നിങ്ങളെല്ലാം വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടൈമാണ്. ഈവൻ നിങ്ങൾ ഏത് ഏജിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഒരു ടൈമിൽ കുറെ ആലോചിച്ച് ഇരുന്ന് നിങ്ങൾ സമയം പോക്കിയിട്ടുണ്ടെങ്കിൽ വെരി സൂൺ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടുന്ന് നിങ്ങൾക്ക് ഒരു പ്രോഗ്രഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഫൈനാൻഷ്യലിയുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, what is next in your life? ഗ്രൂപ്പ് നമ്പർ 2, ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ് നിങ്ങൾ. ഇതെല്ലാം നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മേജർ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഇതുവരെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങള്, ചെയ്യാത്ത ചില സംസാരങ്ങളൊക്കെ, നിങ്ങൾ ഇതുവരെ പറയാത്ത ചില വാക്കുകളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള വോയിസ് ഒക്കെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ടൈമാണ്. മേ ബി ഇത്ര കാലമായിട്ട് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ വോയിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല. എക്സാക്ട്ലി. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. മനസ്സിലാക്കുക ഗ്രൂപ്പ് നമ്പർ 2, ഇത് നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കരേജ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ സ്വയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ലൈഫിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കുറെ കൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. കോൺഫിഡൻസ് ഉണ്ടാവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മേജർ ആയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാവാണ്, ഇഷ്ടങ്ങൾ ഉണ്ടാവാണ്. സോ നിങ്ങൾ ആക്ച്വലി പല കാര്യങ്ങളും നിങ്ങൾ ചേസ് ചെയ്യാതെ നിങ്ങൾക്ക് ചില ഗ്രോത്ത് ഉണ്ടാവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, ജോബ്, നിങ്ങൾ ഏൺ ചെയ്യാൻ തുടങ്ങാണ്. വളരെ യങ് ഏജിലെ ചില ആളുകൾ ഏൺ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, റീസെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അവർ വളരെ യങ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അതിലേക്കൊക്കെ കണക്ട് ചെയ്യുക. ഓക്കെ, സംസാരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ആർക്കും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടേക്കാണോ സംസാരിക്കേണ്ടതായിട്ടുള്ളത് അവിടെ നിങ്ങൾ സംസാരിക്കുക. ഓർ എവിടേക്കാണ് നിങ്ങളുടെ വോയിസ് ഡിസേർവ് ചെയ്യാത്തത് അവിടെ നിങ്ങൾ സംസാരിക്കാതിരിക്കുക. ഓക്കെ, ബേസ്ഡ് ഓൺ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം കൂടെ ഫേവർ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, സോ ബ്രിങ് ബാക്ക് യുവർ കോൺഫിഡൻസ്. ഗ്രൂപ്പ് നമ്പർ 2,
What is next in your life? Group number 2. Alright. ഗ്രൂപ്പ് നമ്പർ 2, ഇത്ര കാലമായിട്ട് നിങ്ങൾ ഹിഡൻ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ആർക്കും അറിയില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വളരെ ഹൈഡ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഈവൻ മേ ബി നിങ്ങൾക്ക് ചില ആളുകളോടുള്ള ഇഷ്ടമായിരിക്കാം, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു ക്രഷ് ആയിരിക്കാം. ഓക്കെ, സോ അത് കുറച്ചുകൂടി ഗ്രോ ചെയ്തു വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ അങ്ങനെ സീക്രറ്റ് ആയിട്ട് കൊണ്ട് നടന്നിട്ടുള്ള ചില ഫീലിങ്സ് ഒക്കെ അത് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങളിൽ മാത്രമായിട്ട് കൊണ്ട് നടന്നിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കാം. അത് എസ്പെഷ്യലി ജോബ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യം. ഓക്കെ, ചില ആളുകൾ വാഹനം വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അത് മേ ബി നിങ്ങൾ കുറെ കാലമായിട്ട് ആഗ്രഹിച്ച് നിങ്ങൾ മനസ്സിൽ തന്നെ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ആൻഡ് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്കൊരു ജോബിലേക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളൊരു കാര്യത്തിലേക്ക് വരുന്ന ഭാഗമായിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം ആഗ്രഹിച്ചത് കൂടെ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വലിയ എക്സ്പെൻസ് ആവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ട് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കത് സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വാഹനം മേ ബി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ അത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രീഡം ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഓൾ ഓഫ് സഡൻ നിങ്ങൾ ഒരു ജോബിലേക്ക് വരുന്നുണ്ടായിരിക്കണം. അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി തന്നെ നിങ്ങൾക്ക് വെഹിക്കിൾ ഓഫർ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ചസ് പല ഏരിയാസിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ബ്ലെസ്സിങ് കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങൾ കാണാനോ കേൾക്കാനോ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യത്തിന് വെയിറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യത്തിന് നിങ്ങൾക്ക് ചില ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ക്രഷ്, നിങ്ങളൊരു സീക്രട്ട് ഫീലിങ്സ് ഗ്രാൻഡഡ് ആയിട്ട് കിട്ടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, പബ്ലിക് ആവുന്ന സിറ്റുവേഷൻ. സോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പബ്ലിക് ആവാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സീക്രറ്റ് ആയിട്ട് വെക്കുക. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമായിരിക്കാം. ആരായിട്ടാണോ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളത്, സോ അത് മേ ബി ലൈക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ മാത്രം നിങ്ങൾ ആളുകളുടെ അടുത്ത് പറയാം. കാരണം സ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി മേ ബി നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്നത് വളരെ നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൾച്ചറിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ആയിരിക്കാം. ഓക്കെ, സോ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം വളരെ സീക്രറ്റ് ആയിട്ട് തന്നെ വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. ചില പ്ലേസിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സംസാരിക്കേണ്ട ഒരു പ്ലേസിൽ നിങ്ങൾ സംസാരിക്കണം. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ മിണ്ടാൻ പാടില്ല ആരുടെ അടുത്തും. അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ വിഷമാവാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ട്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫൈനാൻഷ്യൽ ഗ്രോത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ സാലറി, നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്ലാൻ, ജോബ് പ്ലാൻ കഴിയുന്നതും നിങ്ങൾ ആളുകളോട് ഷെയർ ചെയ്യാതിരിക്കാം. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ സംസാരിക്കാതെ ഇറങ്ങി വരേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ലൈഫിൽ ആയിട്ട് റിലേറ്റ് ചെയ്യുക. ഇവിടുന്നാണ് നിങ്ങൾ ഒട്ടും ആരാണോ നിങ്ങളുടെ റിയാക്ഷൻ, നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങളുടെ വോയിസ് ഡിസേർവ് ചെയ്യാത്തത്, അവരുടെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ഇൻകത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യരുത്. പിന്നീട് നിങ്ങൾക്ക് ഹേർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു സ്വകാര്യവും നിങ്ങൾ ആളുകളായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. ഓൾറൈറ്റ്, സോ ചില കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല കാര്യങ്ങളും ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഈവൻ നിങ്ങളിൽ തന്നെ നിങ്ങൾ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഒട്ടും സംസാരിക്കാത്ത ഒരാള്, അവനവന് വേണ്ടിയിട്ട് ഒട്ടും സംസാരിക്കാത്ത ഒരാള് പെട്ടെന്ന് സംസാരിക്കുന്ന സമയത്ത് അയാൾക്ക് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, വേണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത് നിങ്ങൾ ആക്ച്വലി ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങി വന്ന് കളിക്കാൻ തുടങ്ങുന്നുണ്ട്. സപ്പോസ് നിങ്ങളുടെ ലൈഫ് ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വന്ന് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷനും ആയിരിക്കാം. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2 അതാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾക്ക് സ്വയം ഇൻസ്പയർഡ് ആവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങൾ മേ ബി ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ
പേടി കൊണ്ട് പറയാതിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ വിചാരിച്ച പോലെയല്ല ചില കാര്യത്തിന്റെ ഒരു സത്യാവസ്ഥ, റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ലൈഫ് മേ ബി നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവുന്നത് നിങ്ങൾ ചെയ്ത് ശീലിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുകയാണ്. അത് ഈവൻ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നതാണെന്നുണ്ടെങ്കിലും. കാരണം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് ഇമോഷണലി ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ചില ആളുകൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, റൈറ്റ് പാത്താണോ ചൂസ് ചെയ്തിട്ടുള്ളത്, അത് നിങ്ങൾക്ക് ശരിയായിട്ട് വരുമോ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. യു വിൽ ബി ഓൺ ദ റൈറ്റ് പാത്ത്. റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുക. ചില കൺഫ്യൂഷൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവും. ആര് ചൂസ് ചെയ്യണം, എന്ത് ചൂസ് ചെയ്യണം, ഓർ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കണം. ചില ആളുകൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എസ്പെഷ്യലി നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ നിങ്ങൾക്ക് ഒരുപാട് യങ് എനർജി തോന്നുന്ന യങ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരു സൗഹൃദത്തിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നമ്പർ 7 ഇസ് കൺഫേമിങ് യുവർ സ്പിരിച്വൽ സ്ട്രെങ്ത്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. ഓൾറൈറ്റ്, നിങ്ങളുടെ വോയിസ് ആക്ച്വലി മാറ്റർ ആവുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത് ഈ ഒരു സമയം? ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ചില ലൈഫ് മൊമെന്റ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളൊരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് മൊമെന്റ്സ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരുപാട് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെ ഒരുപാട് നിങ്ങളുടെ എനർജി ഒരുപാട് റേസ് ചെയ്യിക്കുന്ന ചില എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് ഡെഫിനറ്റ്ലി ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആക്ച്വലി ഉണ്ടാവുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് ചില ആളുകൾ നിങ്ങളൊരു റൈറ്റ് ഹാബിറ്റിലേക്ക് വരുന്നതായിരിക്കാം, റൈറ്റ് ഫൈനാൻഷ്യൽ ട്രാക്കിലേക്ക് വരുന്നതായിരിക്കാം, ജോബ്, റിലേഷൻഷിപ്പ്. അതാണ് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങൾക്ക് അതുപോലത്തെ എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ഉണ്ടാവുന്നത്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് എന്താ ചെയ്യുന്നതൊന്നും മേ ബി ഒരു ഐഡിയ ഉണ്ടാവുന്നില്ല. പക്ഷെ നിങ്ങൾ മുന്നോട്ട് വരാം. ഓക്കെ, സോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ മിറാക്കിൾസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്, പുതിയ എക്സ്പീരിയൻസ്. ഓക്കെ, ഒരുപാട് നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എത്ര ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, എത്ര ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വീക്ക് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഒരു വളരെ ഒരു യങ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയം കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു കുട്ടിയെ പോലെ വളരെ എനർജിയോട് കൂടിയിട്ട് ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് വെരി സൂൺ സാധിക്കും. ഓക്കെ, നിങ്ങൾ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാതിരിക്കാം. അത് നിങ്ങൾക്ക് എത്ര ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഈ ഒരു സമയത്ത് വരാൻ പോകുന്ന സമയത്ത് നിങ്ങൾ വളരെ പ്രൈസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ചില ലൈഫ് മൊമെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് മേ ബി നിങ്ങൾ ആളുകളുടെ അടുത്ത് പറയുന്ന സമയത്ത് അവർക്ക് അതേ രീതിയിൽ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് നിങ്ങളോട് എത്ര ഇഷ്ടമുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കാം. ഓൾറൈറ്റ്, അല്ലെങ്കിൽ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ് നിങ്ങളിൽ മാത്രമായിട്ട് നിങ്ങൾ വെക്കുക. ഓൾറൈറ്റ്, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഗ്രൂപ്പ് നമ്പർ 2. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Hey, group number 3, what is next in your life? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3 ഈ ഒരു സമയം അല്ലെങ്കിൽ വരാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ പല ആളുകളുടെ ലൈഫിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള ചാൻസസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വളരെ കൈൻഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കൈൻഡ് നേച്ചറൊക്കെ അല്ലെങ്കിൽ ആ ഒരു മദർലി നേച്ചറൊക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. അത് ആരോടാണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വയം നിങ്ങളോട് തന്നെ വളരെ കൈൻഡ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്, കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ പല റിലേഷൻഷിപ്പ് സിറ്റുവേഷനും അത് നിങ്ങൾക്ക് നിങ്ങളായിട്ടും മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് റീകണക്ട് ചെയ്യാനും ഹീൽ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3 എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്ന കാര്യങ്ങൾ? ഗ്രൂപ്പ് നമ്പർ 3, what is next in your life? Let's see ഗ്രൂപ്പ് നമ്പർ 3 എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നിങ്ങൾക്കുള്ള
മെസ്സേജ്, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആൻഡ് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? ഗ്രൂപ്പ് നമ്പർ 3. Group number 3, what is next in your life? Group number 3, what is next in your life? Alright, so a deep cleansing process actually in and out നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ജേർണിയിൽ കൂടെ നിങ്ങൾ പോയിട്ട് അത് നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങളൊരു റിലാക്സ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പോയിന്റിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. അതായത് പല കാര്യത്തിന്റെയും ഒരു ഹിഡൻ ട്രൂത്ത്സ് അല്ലെങ്കിൽ സത്യാവസ്ഥ, നിങ്ങളുടെ ലൈഫിന്റെ ഒരു വലിയൊരു കാർമിക് സ്റ്റേജിലൂടെയൊക്കെ നിങ്ങൾ പോയി അവിടുന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഈ ഒരു സമയത്ത് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് മാനസികമായിട്ടും ശാരീരികപരമായിട്ടും എനർജറ്റിക്കലൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് പ്രോസസ് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ് ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും റൈറ്റ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം നിങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ എന്ത് എവിടെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങളുടെ ബോഡിയിലും നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് നിങ്ങളുടെ ഒരു അവേക്കനിങ് സ്റ്റേജിന്റെ ഭാഗമായിട്ടായിരിക്കാം. കാരണം ഈ ഒരു സമയം നിങ്ങൾ വളരെ ഗാർഡഡ് ആണ്, നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആൻഡ് നിങ്ങളിലേക്ക് ചില ആളുകൾക്ക് വരാൻ സാധിക്കില്ല ഈ ഒരു സമയം. ഓക്കെ, സോ അത് നിങ്ങളായിട്ട് വെക്കുന്ന ചില ബൗണ്ടറീസ് ആയിരിക്കാം, ഓർ ഡിവൈൻ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സേഫ് ബൗണ്ടറി വെക്കുന്നുണ്ട്. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധിക്കില്ല. മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ചില ആളുകളിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ളത്. ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ആക്ച്വലി റീസൺ അറിയാതെയോ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, കാരണം മനസ്സിലാക്കുക, നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആവുന്ന ഒരു ടൈമാണ്, നിങ്ങൾ സേഫ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ബോഡി വെയിറ്റ് ലോസ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, അതിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ വരുന്ന ദിവസത്തിൽ നിങ്ങൾ ചെയ്യുക. കാരണം നാച്ചുറലി നിങ്ങളുടെ ശരീരത്തിലെ മനസ്സിലെ ഒരുപാട് ബേർഡൻസ് പോകുന്നതിന്റെ ഒരു സൈൻ ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ വെയിറ്റ് കുറയുന്നതായിരിക്കാം. ഓക്കെ, കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നിങ്ങൾ റീകണക്ട് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ഫേസിലെ ഒരുപാട് ഫീച്ചേഴ്സിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് അതുവരെ ഇല്ലാത്തൊരു ഗ്ലോ മേ ബി നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്നതായിരിക്കാം. ഈവൻ നിങ്ങളുടെ കണ്ണിനും നോസിനും ചുണ്ടിനൊക്കെ ഒരുപാട് പ്രത്യേകതകളൊക്കെ, ഫേസിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഓൾ ഓഫ് സഡൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ മാറ്റമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു അവേക്കനിങ് സ്റ്റേജിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓൾറൈറ്റ്, എല്ലാവരോടും നിങ്ങൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ റൈറ്റ് ആയിട്ടാണ് അത് കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും. ഓക്കെ, ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് അവിടെ ഹെൽത്തി ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, what is next in your life? So get ready, group number 3. സോ നിങ്ങൾ ചില ലൈഫിന്റെ ചില പ്രോസ്പെരിറ്റിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യണം. ഓക്കെ, അത് ഫൈനാൻഷ്യലി എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യത്തിൽ ഒരു സമൃദ്ധി ഉണ്ടാവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു വസന്തകാലത്തിലേക്ക് നിങ്ങൾ കിടക്കുകയാണ്. ഓക്കെ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചില പ്ലേസിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിന് ഏറ്റവും ഇഷ്ടം തോന്നുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ട്. എവിടെ നോക്കുന്ന സമയത്തും നിങ്ങൾക്ക് സ്നേഹവും ആ ഒരു പ്രോസ്പെരിറ്റി മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. ഓക്കെ, സോ വളരെ നല്ല ആളുകളെ മീറ്റ് ചെയ്യാനും വളരെ നല്ല കാര്യങ്ങള്, വളരെ നല്ല സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗസ്റ്റ് റോൾ ആയിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു പുതിയ പേഴ്സൺ ആയിരിക്കാം, പുതിയ ആൾ. ഓക്കെ, പുതിയൊരു സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പുതിയതായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും റോൾ ആയിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിന് എന്തൊരു പുതിയൊരു ഇമ്പോർട്ടന്റ് റോൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ എങ്ങോട്ടെങ്കിലും ഓക്കെ Alright, so ഈ കാർഡിന് ആക്ച്വലി ഞാൻ തിരിച്ചു വെച്ചത് ഇഷ്ടമായില്ല. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ്. Alright, സോ ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ. നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ആളുകളുടെ തിരിച്ചുപോക്കും ചില ആളുകളുടെ ഒരു എൻട്രിയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫ്
തിരിഞ്ഞ് സംഭവിക്കുകയാണെന്ന് വിചാരിക്കും, ഇടാൻ പോവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങൾക്ക് വളരെ റൈറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് ജോബ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇതിന് മുൻപ് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വളരെ ഇഷ്ടം തോന്നുന്ന എന്തെങ്കിലും ഒരു ജോബ് സിറ്റുവേഷനിലേക്ക്, പൊസിഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തോന്നാണ് ഒരാളുടെ ലൈഫിൽ ഒരാളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിൽ നിങ്ങളുടെ പൊസിഷൻ ഇല്ലാതായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരാൻ ഉണ്ടാവുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓർ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഫേവർ ആയിട്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊരു കാര്യം എൻറ്റർ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചില ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് തോന്നാതെ ആക്ച്വലി നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കണം. ചില കാര്യങ്ങള് പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് പഴയ എന്തെങ്കിലും സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാസ്റ്റിന് എന്തെങ്കിലും ഒരു കാര്യം വിട്ട് കളയാനുള്ള ഒരു സ്ട്രഗിൾ മേ ബി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജോബ് ആയിരിക്കാം, പുതിയൊരു പേഴ്സൺ ആയിരിക്കാം, പുതിയൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, എന്താണെന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയം നിങ്ങൾ സ്വയം കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കുക എന്നുള്ളതല്ല, പക്ഷെ ആ ഒരു പുതിയ കാര്യം എന്താണെന്ന് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾ സ്വയം നിങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നിങ്ങൾ പുതിയ കാര്യം, ന്യൂ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, group number 3, what is next in your life? Alright, so വെരി സൂൺ വിത്തിൻ നോ ടൈം ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചില കോൺവെർസേഷൻ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചില ആളുകളുടെ എൻട്രി, ഫാസ്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പെട്ടെന്നായിരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ഒരു ജോബ് നഷ്ടമാവുന്നു, പക്ഷെ മനസ്സിലാക്കുക ഓൾ ഓഫ് സഡൻ നിങ്ങൾ ഒരു റൈറ്റ് പ്ലേസിലേക്ക് കൂടെ നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഇതിന് മുൻപോ റീസെന്റ് ആയിട്ടോ നിങ്ങൾ അങ്ങനെ ഏതൊരു പ്ലേസിലേക്ക് നിങ്ങൾ അങ്ങനെ മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവിടെ നിന്ന് എന്തൊരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ഒരു കാര്യവും റീസൺ ഇല്ലാതെ സംഭവിക്കുന്നില്ല. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തൊക്കെ സിറ്റുവേഷൻ ആണോ, മേ ബി ചില ആളുകൾ ഈ സിറ്റുവേഷൻ ഓൾറെഡി നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലാണ്, നിങ്ങൾ കുറച്ചുകൂടെ ആ ഒരു സ്പിരിച്വലി മെച്യൂർഡ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട് ചില ആളുകൾ. ഓക്കെ, സോ ചില ആളുകൾ ആ ഒരു പ്രോസസ്സിലാണ് നിങ്ങൾ പോകുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങൾ മനസ്സിലാക്കുക എന്തൊക്കെ വേഴ്സ്റ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിലും, എന്തൊക്കെ നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ടി സ്റ്റേജ് ഉണ്ടെങ്കിലും അവിടെ എന്തൊക്കെയൊക്കെയോ ഒരു ട്രഷർ നിങ്ങൾക്കായിട്ട് ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഓവർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങൾ കൊടുക്കാതിരിക്കുക. എസ്പെഷ്യലി ബി കെയർഫുൾ, നിങ്ങൾ ആരൊക്കെ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് സിറ്റുവേഷൻ അതെന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു ജോബ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ടൈമിലുള്ള നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ നോക്കരുത്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ചില കാര്യം ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കത് പിന്നീട് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ആവരുത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് ഈസി ആയിരിക്കാം, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം. പക്ഷെ എപ്പോഴും ഈ ഒരു സമയത്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളതാണ്. എസ്പെഷ്യലി സ്നേഹമൊക്കെ അളന്ന മുറിച്ചൊക്കെ നിങ്ങൾ കൊടുക്കേണ്ട ടൈമാണ്. നിങ്ങളത് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, കാര്യം നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കൊരു വലിയൊരു ബ്ലെസ്സിങ് കൊണ്ടുവരുന്നത്. Group number 3. What is next in your life? Group number 3. What is next in your life? Group number 3. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് കുറെയൊക്കെ മാറ്റി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യത്തിനേക്കാളൊക്കെ കൂടുതൽ ഈ വരുന്ന സമയം നിങ്ങൾ കുറച്ചുകൂടെ ബോൾഡ് ആവുന്നുണ്ട്, കുറച്ചുകൂടി നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ആക്ഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, എസ്പെഷ്യലി പല കാര്യത്തിലും ഒരു ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങളുടെ ഇമോഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു രീതിയിലും യൂസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്, ഇമോഷണലി കാര്യങ്ങൾ എടുക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ചില ആളുകൾ നിങ്ങൾ ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് യുവർ സെൽഫ്. ഓക്കെ, ആദ്യം ഇമോഷണലി കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോവോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഗ്രാബ് ചെയ്ത് വെക്കാതിരിക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുക. ആ ഒരു സമയത്താണ് നിങ്ങൾക്കും ആ ഒരു ഈസിനെസ് ഉണ്ടാവുന്നത്, സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്.
ഓക്കെ. സോ എന്തെങ്കിലും കാര്യങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, അത് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ റീകണക്ട് ചെയ്യും. പെട്ടെന്ന് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, പെട്ടെന്ന് ചില കാര്യങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചു, നിങ്ങളുടെ ഇമേജിന് കോട്ടം തട്ടുന്ന കാര്യങ്ങൾ സംഭവിച്ചു, പാനിക് ആവാതിരിക്കാം. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ദാറ്റ്സ് ഓക്കെ. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക, നിങ്ങൾ റിയലൈസ് ചെയ്യുക നിങ്ങളുടെ മിസ്റ്റേക്സ്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താന്നുള്ളത്. അത് എന്താണോ ആ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് നഷ്ടമാവുന്നത്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ നിങ്ങൾക്ക് വരും. ഓക്കെ. അത് മേ ബി നിങ്ങൾക്ക് മിസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഓക്കെ. വളരെ റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓഫീസിലോ നിങ്ങളുടെ വർക്ക് പ്ലേസിലോ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടോ നിങ്ങൾക്ക് ഇല്ലാണ്ടായി പോയിട്ടുള്ള എന്തെങ്കിലും അവസരമായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു അൺഹെൽത്തി പാറ്റേൺ അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ്. അത് നിങ്ങൾക്ക് കുറച്ച് ടോക്സിക് ആവുന്നുണ്ട്, അത് നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു എനർജിയിൽ നിങ്ങൾ ഒരുപാട് ആ ഒരു ക്ലെൻസിംഗിലേക്ക് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവേണ്ട ഒരു ടൈമാണ്. ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങൾ കുറച്ച് സമയം നിങ്ങളിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്താൽ. ഇങ്ങനെ നിങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ, ചില കണക്ഷൻസ്, ചില റിലേഷൻഷിപ്പ്, അത് കുറച്ച് സമയത്തേക്കൊന്നും നിങ്ങൾ വിട്ടുകളഞ്ഞെന്ന് വെച്ചിട്ട് അത് എവിടെയും പോകാൻ പോകുന്നില്ല. ഓക്കെ. സോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പാനിക് ആയിട്ട് സിറ്റുവേഷൻസ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. ഓക്കെ. കാരണം നിങ്ങൾക്ക് ചില റീയൂണിയൻ ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട് ചില ആളുകൾ. ഓക്കെ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്വയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്താണോ ഓരോ ടൈമിൽ മുന്നോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ വേണ്ട ഒരു സൊല്യൂഷൻ കൂടെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾ എന്തൊരു ട്രബിൾ സിറ്റുവേഷനിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഇമോഷൻസ് മാറ്റി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക, ഒന്ന് ആക്ഷനിലേക്ക് നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ശ്വാസം വിടാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷൻ. ഓക്കെ. എസ്പെഷ്യലി ലൈക്ക് റിലേറ്റഡ് ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ എന്തെങ്കിലും വളരെ അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ അഡിക്ഷൻസ്, നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനോടുള്ള ഒരു അഡിക്ഷൻസും കോ ഡിപ്പെൻഡൻസി നിങ്ങൾ ഒരുപാട് ഇല്ലാണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഇതിനു മുൻപ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കുക. ബട്ട് ചേഞ്ച് ഇറ്റ്, ബിക്കോസ് നിങ്ങൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനും ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് എക്സോസ്റ്റഡ് ആക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില എനർജീസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അത് നിങ്ങൾക്കായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കുറച്ച് നിങ്ങളിലേക്ക് ഉൾവലിയുന്ന ഒരു ടൈമാണ്. ഓക്കെ. കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. സോ ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് ചില കാര്യത്തിന് കിട്ടുന്നുണ്ട്. ഓക്കെ. ലൈക്ക് ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും ലൈക്ക് നിങ്ങളുടെ ഒരു സഡൻ ഐഡിയ എന്ന് പറയുന്നത് ആ ഒരു എൻറ്റയർ സ്റ്റോറിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ തന്നെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുതരുന്നുണ്ട്. ഓക്കെ. സോ ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 3. ചില ആളുകൾ എന്തെങ്കിലും പഠിക്കാനുള്ള പ്ലാൻ ഉണ്ടാവുന്നുണ്ട്. ബാക്ക് ടു സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പഠിത്തത്തിലേക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ. കാരണം അത് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. സോ അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്. ഓർണമെന്റ്സ്, ചില ഓർണമെന്റ്സ് ഒക്കെ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ. അഗൈൻ ലൈറ്റ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സോളിന് ഒരു വെളിച്ചം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു പ്ലേസ് എന്ന്. ഓക്കെ. സോ നിങ്ങൾ ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് നിങ്ങളുടെ ഒരു സോളിന് ഒരു വെളിച്ചം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് വെരി സൂൺ. ഓർ നിങ്ങൾ അങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാം. ഓൾറൈറ്റ്. ഗ്രൂപ്പ് നമ്പർ അതോറിറ്റി. Alright. So it's like group number 3, നിങ്ങൾ ഇമോഷണലി വീക്ക് ആവുന്ന സമയത്ത് വഴിയെ പോകുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളത് പെട്ടെന്ന് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യും. ഒരാൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ പോലും നിങ്ങൾ അത് പെട്ടെന്ന് എഫക്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് മേ ബി ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷേ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, നിങ്ങളിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യാനുള്ള പവർ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പവർ ആക്ച്വലി നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു കൺട്രോൾ നിങ്ങൾ എടുക്കുന്നുണ്ട്. ആൻഡ് സീ ഹൗ സ്ട്രോങ് യു ആർ. നിങ്ങൾ സ്വയം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ആൻഡ് മെയിൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ഡിവൈൻലി അല്ലെങ്കിൽ സ്പിരിച്വലി ഗൈഡഡ് ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ. സി ഗ്രൂപ്പ് നമ്പർ 3.
എന്തെങ്കിലുമൊക്കെ റെയർ ആയിട്ടുള്ള ചില ലൈഫ് മൊമെന്റ്സ്, ഡെഫിനറ്റ്ലി മിറാക്കിൾസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ല. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവും വെരി സൂൺ. ഓക്കെ, നിങ്ങളൊന്ന് ഉറങ്ങി എണീക്കുന്ന സമയത്തേക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ജസ്റ്റ് ബൂം, അത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയ സ്റ്റാർട്ടാണ്, പുതിയ കാര്യം. അതാണ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ വരണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിലുള്ള ആള് ആലോചിച്ച് ആ ഒരു ടോക്സിസിറ്റിയിൽ നിങ്ങൾ നിൽക്കാതിരിക്കുക. മേ ബി നിങ്ങളൊന്ന് ജസ്റ്റ് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുക. കാരണം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നാലും നിങ്ങൾക്ക് മേ ബി ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിക്കൊള്ളണമെന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? സോ പുതിയ കാര്യത്തിലേക്കുള്ള അവസരം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, സോ ഒന്ന് ജസ്റ്റ് ഒരു അവസരം കൊടുത്തെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നത്. അതിനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ വർക്ക് ഓൺ യുവർ സെൽഫ്. ഗ്രൂപ്പ് നമ്പർ 3 അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ്.